വെൽക്കം ടു എജി പ്ലസ് മലയാളം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് NDDB ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിനെയാണ് NDDB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. NDDB നിലവിൽ വന്നത് 26 സെപ്റ്റംബർ 1965 NDDB എന്നാണ് നിലവിൽ വന്നത്? 26 സെപ്റ്റംബർ 1965 NDDB നിലവിൽ വന്നത്. ഗുജറാത്തിലെ ആനന്ദിലാണ് NDDBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. NDDBയുടെ ഫൗണ്ടർ ആരാണ്? വർഗീസ് കുര്യനാണ് NDDBയുടെ ഫൗണ്ടർ. കൂടാതെ NDDBയുടെ ആദ്യത്തെ ചെയർമാനും വർഗീസ് കുര്യനായിരുന്നു. NDDBയുടെ ഫൗണ്ടറും വർഗീസ് കുര്യനാണ്. NDDBയുടെ ആദ്യത്തെ ചെയർമാനും വർഗീസ് കുര്യനാണ്. വർഗീസ് കുര്യനെ കൂടാതെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിന് മറ്റൊരു കോ ഫൗണ്ടർ കൂടെ ഉണ്ടായിരുന്നു. അമൃത പട്ടേലാണ് NDDBയുടെ കോ ഫൗണ്ടർ. വർഗീസ് കുര്യനാണ് NDDBയുടെ ഫൗണ്ടർ. NDDBക്ക് ഒരു കോ ഫൗണ്ടർ ഉണ്ട്. അതാരാണ്? അമൃത പട്ടേലാണ് NDDBയുടെ കോ ഫൗണ്ടർ. NDDBയുടെ നിലവിലെ ചെയർമാൻ മീനിഷ് ഷാ ആണ്. NDDBയുടെ നിലവിലുള്ള ചെയർമാനാണ് മീനിഷ് ഷാ. വർഗീസ് കുര്യനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യനാണ്. കൂടാതെ ഇന്ത്യയിലെ വൈറ്റ് റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വർഗീസ് കുര്യനാണ്. നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആദ്യമേ രജിസ്റ്റർ ചെയ്തിരുന്നത് സൊസൈറ്റീസ് ആക്ട് 1860 പ്രകാരമായിരുന്നു. അതിനുശേഷമാണ് NDDBക്ക് സ്വന്തമായി ഒരു ആക്ട് നിലവിൽ വരുന്നത്. 1987 NDDBയുടെ ആക്ട് പാസ്സായത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആക്ട് പാസ്സായ വർഷം ഏതാണ്? 1987. 1987 NDDB ആക്ട് പ്രാബല്യത്തിൽ വന്നത് 12/10/1987 മുതലാണ്. NDDB ആക്ട് പ്രാബല്യത്തിൽ വന്നത് 12/10/1987 മുതലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഫോർമേഷന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. NDDBയുടെ ഫോർമേഷന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു NDDBയുടെ ഫൗണ്ടർ വർഗീസ് കുര്യനാണെന്ന്. ഈ NDDBക്ക് വർഗീസ് കുര്യൻ കൂടാതെ ഒരു കോ ഫൗണ്ടർ കൂടെ ഉണ്ടായിരുന്നു. NDDBയുടെ കോ ഫൗണ്ടറാണ് അമൃത പട്ടേൽ. NDDBയുടെ കോ ഫൗണ്ടർ അമൃത പട്ടേലാണ്. NDDB നിലവിൽ വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ്. എന്നാൽ NDDBയുടെ ഓണർഷിപ്പ് ഉള്ളത് മിനിസ്ട്രി ഓഫ് ഫിഷറീസിനുണ്ട്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറിയിങ്ങിനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുമുണ്ട്. നാഷണൽ ഡയറി പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്തത് NDDB ആണ്. നാഷണൽ ഡയറി പ്ലാൻ ആണ് NDP എന്ന് പറയുന്നത്. അതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത് ആരാണ്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB ആണ് NDP ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. 1/7/1970 ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം NDDB ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. അതേപോലെ വേൾഡിലെ ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ആയിരുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈറ്റ് റവല്യൂഷൻ. ഇന്ത്യയിലെ വൈറ്റ് റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിന് ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മദർ ഡയറി എന്നാണ് അതിൻ്റെ പേര്. NDDBയുടെ ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനാണ് മദർ ഡയറി. ഇനി നമുക്ക് അമൂൽ എന്താണെന്ന് നോക്കാം. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിനെയാണ് നമ്മൾ അമൂൽ എന്ന് പറയുന്നത്. ഈ അമൂൽ മാനേജ് ചെയ്യുന്നത് ഗുജറാത്തിലുള്ള ഒരു മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. ഗുജറാത്ത് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആയിട്ടുള്ള JCMMF ആണ് അമൂലിനെ മാനേജ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൾട്ടിനാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അമൂൽ. അമൂൽ നിലവിൽ വന്നത് എന്നാണ്? 14 ഡിസംബർ 1946 അമൂൽ നിലവിൽ വന്നത്. അമൂലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ്. നമ്മൾ പറഞ്ഞു NDDBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിൽ തന്നെയാണ് NDDBയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അമൂലിൻ്റെ ഫൗണ്ടർ ത്രിഭുവൻദാസ് പട്ടേലാണ്. ഇതിൻ്റെ കോ ഫൗണ്ടർ വർഗീസ് കുര്യനാണ്. ത്രിഭുവൻദാസ് പട്ടേലും വർഗീസ് കുര്യനും ചേർന്നാണ് അമൂൽ എന്ന സ്ഥാപനം രൂപീകരിച്ചത്. അമൂലിൻ്റെ ഒരു സ്ലോഗനുണ്ട്,
ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെ സ്ലോഗനാണ്? അമൂലിൻ്റെ സ്ലോഗനാണ് ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് NDDB ആണ്. NDDBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ടെലഗ്രാം ചാനലിലെ ഇന്നത്തെ ക്വിസ് ബോർഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.